ഇന്ന് ഈ ലോകത്ത് മനുഷ്യരായി ജനിച്ച ഏതൊരു വ്യക്തിയും ജീവിക്കുന്നത് പ്രധാനമായിട്ടും ഒരു കാര്യത്തിൽ നിന്നാണ്. ഇതില്ലാതെ ഒരു വ്യക്തിക്കും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. ഞാനതിനെ സമാധാനം എന്ന് പറയും. ഹല്ലേലൂയ. സമാധാനമില്ലാതെ ഈ ലോകത്ത് നമ്മുടെ ഭവനത്തിൽ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ നമുക്ക് ജീവിക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 27 വാക്യം, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകും, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത്. ഹല്ലേലൂയ. ഇവിടെ യേശു കർത്താവ് 2 സമാധാനത്തിന് നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ്. ഒന്ന്, യേശു തരുന്ന സമാധാനം. 2, ലോകം തരുന്ന സമാധാനം. ഞാനത് ആദ്യം പറഞ്ഞേ, ഇതിലേതെങ്കിലും ഒരു സമാധാനത്തിനകത്ത് കയറാത്ത ഒരു വ്യക്തി ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ലോകത്തിൻ്റേതായിട്ടുള്ളൊരു സമാധാനമുണ്ട്, അതേ സമയത്ത് യേശുവിൻ്റെ ഒരു സമാധാനമുണ്ട്. ഈ ലോകത്തിൻ്റെ സമാധാനം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള സമാധാനമാണ്. ഈ ലോകത്തിലുള്ള സമാധാനം നമ്മെ പൂർണ്ണമാക്കുന്ന സമാധാനമല്ല. നമ്മളെ ചില സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടായിരിക്കും ഈ സമാധാനം വർക്ക് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, കാശിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു 10 ലക്ഷം രൂപ കൈ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര സമാധാനമായിരിക്കും. ഇനി മക്കളെ അധികമായി സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ മക്കൾക്ക് നല്ല ദാനങ്ങൾ വരുമ്പോൾ, വലിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അവന് ഒരു സന്തോഷം ഉണ്ടാവും, ഒരു സമാധാനം ഉണ്ടാവും. ഇനി അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചിലർക്ക് കൂട്ടുകാരുടെ ഇടയിൽ നിൽക്കുമ്പോഴായിരിക്കും, ചിലർക്ക് കുടുംബത്തിനകത്ത് നിൽക്കുമ്പോഴായിരിക്കും. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ സമാധാനം അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സമാധാനം അനുഭവിക്കാതെ ഒരു വ്യക്തിയും ഈ ലോകത്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഈ സമാധാനമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അസമാധാനമാണ്. ഈ അസമാധാനത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കണ്ട എന്നുള്ള തോന്നലുകൾ വരും. ഹല്ലേലൂയ. പ്രധാന ആത്മഹത്യക്ക് പ്രധാനമായിട്ടുള്ള കാരണം ഇതാണ്, സമാധാനം ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും എന്തെങ്കിലും ഒരു സമാധാനം കണ്ടെത്താൻ ശ്രമിക്കും. പക്ഷെ ദൈവവചനം പറയുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ സമാധാനമാണ് യേശു നമുക്ക് നൽകിയത്. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നവരായിരിക്കുകയാൽ, കർത്താവിൻ്റെ ശബ്ദത്തെ അനുസരിക്കുന്നവരായിരിക്കുന്നതിനാൽ നമ്മളിൽ ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന സമാധാനം യേശുവിൻ്റെ സമാധാനമാണ്. ഹല്ലേലൂയ. ലോകത്തിൻ്റേതായിട്ടുള്ള ഒരു സമാധാനമുണ്ട്, പക്ഷെ ആ സമാധാനമല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ലൂക്കോസ് 19 അധ്യായം അതിൻ്റെ 38 വചനം പറയുന്ന ഒരു കാര്യമാണ്. യേശു യെരൂശലേമിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഹോശന്ന എന്നെല്ലാവരും ആർത്ത് വിളിച്ചതിന് കൂടെ ഒരു വാക്കുകൂടെ അവിടെ പറയുന്നുണ്ട്, സ്വർഗത്തിൽ സമാധാനം. സമാധാനത്തിൻ്റെ ഉത്ഭവം സ്വർഗമാണ്. ദൈവിക സമാധാനം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇല്ലെങ്കിൽ പ്രധാനമായും ഉണ്ടാകുന്ന 2 കാര്യങ്ങളാണിത്. ഒന്ന്, കലങ്ങരുതെന്ന് പറയുന്നത് അസ്വസ്ഥരാകരുതെന്ന് പറയുന്നുണ്ട്. അസ്വസ്ഥമാകുന്ന ഒരു ഹൃദയം. അതുപോലെ തന്നെ ഭ്രമിക്കുക എന്ന് പറഞ്ഞാൽ പേടിക്കുന്ന ഒരു ഹൃദയം. ഇത് 2ഉം സമാധാനത്തിൻ്റെ അഭാവത്താൽ ഉണ്ടാകുന്നതാണ്. ദൈവിക സമാധാനം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വാഴുന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിനകത്ത് അസ്വസ്ഥത ഉണ്ടാകത്തില്ല. അവൻ്റെ ഹൃദയം കലങ്ങി പോവുകയില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തരുന്ന സമാധാനം നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകുവാൻ ഇട വരികയില്ല, നിങ്ങളുടെ ഹൃദയം ഭ്രമിക്കുവാൻ വേണ്ടിയിട്ട് ഇടവരികയില്ല. ഞാൻ എൻ്റെ സമാധാനമാണ് നിങ്ങൾക്ക് നൽകുന്നത്. എന്താണ് യേശുവിൻ്റെ സമാധാനം? മർക്കോസ് 4 അധ്യായം അതിൻ്റെ 38 വാക്യം, അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഹല്ലേലൂയ. ഇതാണ് യേശുവിൻ്റെ സമാധാനം. യേശുവിൻ്റെ സമാധാനം ഈ ലോകത്തിൻ്റെ സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. ഞാൻ വിശ്വസിക്കുന്നു, യേശു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് യേശുവിലുണ്ടായിരുന്ന സമാധാനം യേശുവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹല്ലേലൂയ. എല്ലാ പേരും മരിക്കുമെന്നുള്ള മരണവെപ്രാളത്തിലായിരിക്കുന്ന സമയത്ത്, പേടിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു വ്യക്തി അതേ പടകിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ,
ആ വ്യക്തിയുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കാമോ? ഇതാണ് ദൈവിക സമാധാനത്തിൻ്റെ പ്രത്യേകത. ഹല്ലേലൂയ. സാഹചര്യത്തിനനുസരിച്ച് മാറുന്ന ഒരു സമാധാനമല്ല ഇത്. സാഹചര്യം കുറേ കൂടെ ശക്തമാകുമ്പോൾ സമാധാനം കൂടും, സാഹചര്യം മോശമാകുമ്പോൾ സമാധാനം കുറയും. അങ്ങനെയുള്ളൊരു സമാധാനം അല്ല ഇത്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സമാധാനമാണ്. എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം സംഭവിക്കുമ്പോൾ ഉടനെ എല്ലാ സമാധാനവും പോകും. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ആ സമാധാനം ലോകത്തിൻ്റെ സമാധാനമാണ്. ഇന്നുവരെ യേശുവിൻ്റെ സമാധാനത്തെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് അറിഞ്ഞിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. യേശുവിൻ്റെ സമാധാനം എന്താണ്? ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിലും ഇത്രയും തകർച്ചയുടെ നടുവിലും ജീവൻ വരെ പോകുമെന്നുള്ള സിറ്റുവേഷൻസിൻ്റെ നടുവിലും സുഖമായിട്ട് അവിടെ ഉറങ്ങാൻ കഴിയുന്നുണ്ടോ? ഇതാണ് ദൈവിക സമാധാനത്തിൻ്റെ പ്രത്യേകത. ലോകം മുഴുവനും അയ്യോ ഇവൻ കരയുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിൻ്റെ അകത്ത് ദൈവിക സമാധാനം ഉണ്ടെന്നാണ് അർത്ഥം. ഹല്ലേലൂയ. എന്തിനാണ് ഈ ദൈവിക സമാധാനം നമ്മളിങ്ങനെ അനുഭവിക്കുന്നത്? എന്തിനാണ് ഈ സമാധാനം? ഹല്ലേലൂയ. ഇതൊരു ഡോറാണ്. ഈ ദൈവിക സമാധാനത്തിന് തൊട്ടാണ് ബാക്കി എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. ഈ സമാധാനം നമ്മളിൽ വാഴണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ സമാധാനമുള്ളൊരു വ്യക്തിയെ തകർക്കാൻ പറ്റത്തില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമാധാനം ഒരു വ്യക്തി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല. നമുക്ക് ചുറ്റും എന്ത് നടക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ സമാധാനത്തിന് തീരുമാനിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിനെ കലങ്ങുമാറാക്കുന്നു. ഇതൊന്നും നമ്മെ ബാധിക്കത്തില്ല. നമ്മൾ കർത്താവിലായിരിക്കുമ്പോൾ ഈ സമാധാനം നമ്മെ വാഴുമാറാക്കും. ഹല്ലേലൂയ. യേശുവിലുണ്ടായിരുന്ന അതേ സമാധാനമാണ് യേശു നമുക്ക് നൽകിയത്. എവിടെ നിന്നാണ് ഈ സമാധാനം വന്നേ? എവിടെ നിന്നാണ് ഈ സമാധാനം വരുന്നത്? നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കുറച്ച് സമയം എങ്ങനെ സമാധാനം പോകുന്നത്? അസമാധാനം ഉണ്ടാകുന്നത് നാളെയെക്കുറിച്ചുള്ള ഭീതിയിൽ നിന്നാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ സമാധാനവും നമ്മുടെ സമാധാനവും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. യേശുവിൻ്റെ സമാധാനം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ സമാധാനം പിതാവായ ദൈവവുമായിട്ടുള്ള ബന്ധം, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുള്ള ജീവിതം, ഇതിനകത്താണ് യേശുവിൻ്റെ സമാധാനം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ക്രിസ്ത്യൻ ലൈഫിനകത്ത് കയറിയിട്ടുള്ള ഒരു വ്യക്തിക്ക് നാളുകളെക്കുറിച്ച് വ്യക്തത ഉണ്ടായിരിക്കും. ഈ സമാധാനം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ളവരുടെ മുന്നിൽ ഒരു വ്യക്തി വന്ന് പറയുകയാണ്, നിൻ്റെ എൻഡ് ഇതാണ്, നീ ഇങ്ങനെയാണ് മരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ചിരിക്കും. ഹല്ലേലൂയ. നിൻ്റെ മക്കൾ ഇങ്ങനെ ആയിപ്പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ചിരിക്കും. കാരണം ഈ സമാധാനം നമുക്ക് വ്യക്തതയെ കൊണ്ടുവരും. ഇതേ വ്യക്തതയാണ് യേശുവിനുണ്ടായിരുന്നത്. യേശു പിതാവായ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നു. യേശുവിന് പൂർണ്ണ വ്യക്തതയുണ്ട്. ഈ ലോകപരമായിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല എന്നെ ബാധിക്കുന്നത്. പിതാവായ ദൈവത്തിൽ നിന്ന് ഒഴുകുന്നതിനകത്താണ് ഞാൻ ജീവിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിന് നന്നായി അറിയായിരുന്നു നാളത്തെ ദിവസം എന്താ സംഭവിക്കുന്നത്, ഇനി 5 ദിവസം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, 6 മാസം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, 1 വർഷം കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്. ഇതെല്ലാം വ്യക്തതയുണ്ടായിരുന്നു. ഇതാണ് ദൈവിക സമാധാനത്തിൻ്റെ പ്രത്യേകത. ഹല്ലേലൂയ. ദൈവിക സമാധാനം എന്ന് പറയുന്നത് നമ്മുടെ നാളുകൾ കർത്താവിൻ്റെ കയ്യിലാണെന്നുള്ള ബോധ്യത്തിൽ നിന്ന് നമുക്കുണ്ടാകുന്നതാണ്. ഹല്ലേലൂയ. കർത്താവിലുള്ള ആശ്രയത്തിൽ നിന്നാണ് സമാധാനം ഉണ്ടാകുന്നത്. യെശയ്യാവ് 26-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനം. യെശയ്യാവ് 26-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനം, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വച്ചിരിക്കൊണ്ട്. സ്ഥിരമാനസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നടക്കുന്ന ഒരു വ്യക്തി. ഒരാവശ്യത്തിന് ദൈവത്തിൻ്റെ മുന്നിൽ വന്നിട്ട് മുട്ടിയിട്ട് പോയിട്ട് പിന്നെ വരുന്ന ഒരു വ്യക്തി അല്ല. കണ്ടിന്യൂസുമായിട്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുന്ന ഒരു വ്യക്തി. സ്ഥിരമാനസൻ, സ്ഥിരമായിട്ട് മനസ്സ് കർത്താവുമായിട്ടുള്ള ഒരു വ്യക്തി അവനിൽ ആശ്രയം വച്ചിരിക്കൊണ്ട്. ഹല്ലേലൂയ. അവനിൽ ആശ്രയം വച്ചിരിക്കുകയാണ്. ആർക്കാണ് കർത്താവിൽ ആശ്രയം വയ്ക്കാൻ പറ്റുന്നത്? യഥാർത്ഥമായിട്ട് ഒരു വ്യക്തിക്ക് കർത്താവിനെ ആശ്രയിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൻ്റെ ഹൃദയം എപ്പോഴും ദൈവത്തിനോട് പറ്റിയിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഹല്ലേലൂയ. ദൈവത്തിനോട് പറ്റിയിരിക്കാത്ത ഒരു ഹൃദയത്തിന് ദൈവത്തെ ആശ്രയിക്കാൻ പറ്റത്തില്ല.
നമ്മളെപ്പോഴും ദൈവത്തിനോടുള്ള സ്നേഹബന്ധത്തിലായിരിക്കും തോറും നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിനോടുള്ള ആശ്രയം കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ആശ്രയം വച്ചിരിക്കുക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ കൂടെ ചേർന്നെന്ന് പറയുമ്പോൾ, പൂർണ്ണ സമാധാനത്തിൽ എന്നെ അവൻ കാക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നതാണ് നമ്മുടെ സമാധാനത്തിൻ്റെ ഉത്ഭവം. ഹല്ലേലൂയ. ഇതേ സമയം അസമാധാനത്തിനും ഒരു ഉത്ഭവമാണ്. നാളെക്കുറിച്ചുള്ള ഭീതി, നാളെ പറ്റിയുള്ള നെഗറ്റീവ് തിങ്സ്. ഇപ്പോൾ ഇന്ന് കുറച്ച് കടമുണ്ടെങ്കിൽ നാളെ എൻ്റെ അവസാനം ഇതായിരിക്കും, നാളെ ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്, എൻ്റെ മകളുടെ കല്യാണം ഇങ്ങനെ നടക്കത്തില്ല, ഇതെന്നെ മുടിക്കും, ഈ രോഗം എന്നെ തീർക്കും. ഇങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തയാണ് നിങ്ങളുടെ അകത്ത് ജീവിക്കുന്നതെങ്കിൽ, ഇങ്ങനെയുള്ള കുറേ ചിന്തകളാണ് നിങ്ങളുടെ ലൈഫിനകത്തുള്ളതെങ്കിൽ, ഇതിനും ഒരു സോഴ്സ് ഉണ്ട്. ഇതിൻ്റെ സോഴ്സ് ദൈവമല്ല. ഹല്ലേലൂയ. ഇത് വരുന്നത് ഡെവിളിൻ്റെ കയ്യിൽ നിന്നാണ്. ഹല്ലേലൂയ. സമാധാനം ദൈവത്തിൽ നിന്ന് വരുന്നത് പോലെ അസമാധാനം വരുന്നത് ഈവിൾ സ്പിരിറ്റിൽ നിന്നാണ്. സാത്താന്യ ലോകത്തിൽ നിന്നാണ് ഈ അസമാധാനം കടന്നു വരുന്നത്. സമാധാനം ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. അതുപോലെ തന്നെ അസമാധാനം ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സാത്താനും പ്രവർത്തിക്കാൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സാമിൻ ചെയ്യുക. നിങ്ങൾ ഒന്ന് പരിശോധിക്കുക, എൻ്റെ ജീവിതം എങ്ങനെയാണ്? എനിക്ക് സമാധാനമാണോ? എൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഓരോ സാഹചര്യം മുന്നോട്ട് പോകുമ്പോൾ എനിക്കൊരു സ്വർഗീയമായിട്ടുള്ള സമാധാനം അനുഭവിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോവുകയാണ്, നമുക്കവിടെ ഒരു സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് ദൈവീകമായിട്ടുള്ളൊരു സമാധാനം, ഞാൻ പറയുന്നത് ഈ ലോകപരമായിട്ടുള്ളൊരു സമാധാനമല്ല, ചില പ്രതീക്ഷകളിൽ നിന്ന് കിട്ടുന്ന സമാധാനത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ദൈവത്തിൽ നിന്നും കിട്ടുന്ന സമാധാനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ ഓൾറെഡി ആ വിഷയത്തെ ജയിച്ചു കഴിഞ്ഞു. നാളെ ജപ്തി എന്ന് പറയുമ്പോഴും നിനക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ ആ വിഷയത്തെ ജയിച്ചു. ഹല്ലേലൂയ. ഇതാ ഇതിനകത്തുള്ള കാര്യം. നമ്മൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മളെ വിട്ടുകൊടുക്കുകയാണ്. കർത്താവേ, ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു, ഞാൻ അങ്ങയുടെ സമാധാനത്തിലാണ് നിൽക്കുന്നത്, എനിക്ക് എന്ത് നടക്കുന്നു എനിക്ക് പ്രശ്നമല്ല, കർത്താവേ അങ്ങ് കരുതുന്ന ദൈവം. ഹല്ലേലൂയ. ഈ സമാധാനം നമ്മുടെ ജീവിതത്തിനകത്ത് ഉള്ളിടത്തോളം കാലം നമ്മൾ ഒരു കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിതാവ് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറുകയില്ല എന്നുള്ള വിശ്വാസത്തിനകത്തേക്കാണ് നമ്മൾ കയറുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം ആ നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. സമാധാനം എന്ന് പറയുന്നത് ദൈവികമായ പദ്ധതികളുടെ ആരംഭമാണ് സമാധാനം. ഇപ്പോൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് വെർഷൻ സമാധാനത്തോടെ ഇരിക്കുക എന്നാണ്. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആദ്യമായിട്ട് ശിഷ്യന്മാരെ അഭിസംബോധന ചെയ്യുകയാണ്. ശിഷ്യന്മാരോട് പറയുന്ന വാക്കിതാണ്, നിങ്ങൾക്ക് സമാധാനം. ആ സമാധാനമാണ് അവരെ പരിശുദ്ധാത്മാവിൻ്റെ എൻകൗണ്ടറിലേക്ക് അവരെ പ്രിപ്പയർ ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവികമായ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ഈ സമാധാനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു സമാധാനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് പോസിറ്റീവായിരിക്കും. അതിൻ്റെ റിസൾട്ട് ദൈവത്തിൽ നിന്നുള്ളത് മാത്രമായിരിക്കും. ഗലാത്യർ 5:22 വചനം, 22-23 വചനങ്ങളിൽ ആത്മാവിൻ്റെ ഫലത്തിനെ പറ്റിയാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെ പറ്റിയാണ് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫലമാണ് സമാധാനം. ഹല്ലേലൂയ. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല, ഇത് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ഉണ്ടാകുന്നതാണ്. പരിശുദ്ധാത്മാവിനാൽ നമ്മളിൽ ഉണ്ടാകുന്ന ഫലമാണ് ഈ സമാധാനം. പിശാച് നമ്മളോട് ഇടപെടുന്ന ഓരോ ഏരിയകളുണ്ട്. ഇത് അസമാധാനത്തിലൂടെ മാത്രമേ നമ്മളെടുത്ത് ഇടപെടാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു മനുഷ്യൻ സമാധാനത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു അന്തരീക്ഷം അവൻ സൃഷ്ടിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവികമായ ഇടപെടലുകൾ സംഭവിക്കാനുള്ള ഒരു അന്തരീക്ഷം അവൻ അറിഞ്ഞോ അറിയാതെയോ അവൻ്റെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്നതാണ് ഈ ദൈവിക സമാധാനം. ഈ ദൈവിക സമാധാനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം അവനിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം അവന് ഭയങ്കരമായിട്ട് റിയലാവും. ദൈവം പറയുന്ന കാര്യങ്ങൾ അവന് വ്യക്തമായിരിക്കും. ദൈവം പറയുന്ന അടുത്ത സ്റ്റെപ്പിലേക്ക് അവന് വയ്ക്കാൻ പറ്റും. ഇങ്ങനെയുള്ള വലിയ ബോധ്യം ദൈവത്തിൽ നിന്ന് നമ്മൾ ലഭിക്കും. ഈ സമാധാനം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഴുവാൻ വേണ്ടി പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു,
പരിശുദ്ധാത്മാവിലുള്ള സമാധാനമാണ് നമ്മുടെ ആരംഭം. യേശു നൽകിയ സമാധാനമായിരുന്നു അവരെ ക്രിസ്ത്യൻ ലൈഫിനകത്തേക്ക് കയറ്റിയത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നത് ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ടാണ്. റോമർ 8-ാം അധ്യായം അതിൻ്റെ 6-ാം വചനം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ആത്മാവ് ഭരിക്കുന്ന മനസ്സ് ജീവനിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു ദൈവികമായിട്ടുള്ളൊരു സമാധാനം അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് ഭരിക്കുകയാണ്. സമാധാനം ഒരു വ്യക്തിക്കില്ലെങ്കിൽ അവൻ്റെ ഹൃദയം കലങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്ക് പോകും. അവൻ്റെ ഹൃദയം അസ്വസ്ഥമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിക്കുക. സമാധാനമാണോ അസമാധാനമാണോ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ശബ്ദം ഏതാണെന്ന് ശ്രദ്ധിച്ചാൽ മതി. ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ സമാധാനത്തിലാണെന്നാണ്. സാത്താൻ്റെ ശബ്ദമാണ് നമ്മളുടെ അകത്തേക്ക് വരുന്നതെങ്കിൽ അതിനർത്ഥം നമ്മൾ അസമാധാനത്തിലാണെന്നാണ്. ഹല്ലേലൂയ. നമ്മൾ എവിടെയോ സാത്താന് ചില ഡോറുകൾ തുറന്നിട്ടിട്ടുള്ളതിൻ്റെ ഫലമാണ് നമ്മൾ കേൾക്കുന്ന ആ ശബ്ദം. എൻ്റെ ദൈവം ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം കൊടുക്കുന്നത് സമാധാനമാണ്. പീസ്, റെസ്റ്റ്. നിങ്ങളുടെ ഹൃദയം കാമാക്കുക. കർത്താവ് പറയുന്നത് ഇതിൽ നിന്നാണ് നീ ആരംഭിക്കേണ്ടത്. നീ സ്വസ്ഥമായിരിക്കുക. ഇവിടെ നിന്നാണ് നീ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ തീരുമാനങ്ങൾ തെറ്റേണ്ട മെയിൻ റീസൺ, നമ്മുടെ തീരുമാനങ്ങൾ പാളിപ്പോകേണ്ട റീസൺ നമ്മൾ ദൈവിക സമാധാനത്തിൽ നിന്നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഈ സമാധാനം വരുന്നത് ദൈവത്തിനോടുള്ള ആശ്രയത്തിൽ നിന്നുകൊണ്ടാണ്. ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയിലേക്ക് ഈ സമാധാനത്തെ കൊണ്ടുവരുന്നത്. യേശു പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിരന്തരമായിരുന്ന സമയത്ത് യേശു പോലും എക്സ്പീരിയൻസ് ചെയ്ത ഒരു സമാധാനമുണ്ട്. അതേ സമാധാന കർത്താവ് നമ്മുടെ ലൈഫിനകത്ത് തരുമ്പോൾ അതിനകത്തൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. ദൈവാത്മാവ് നമ്മെ ഭരിക്കണം. ഹല്ലേലൂയ. ദൈവാത്മാവാണോ നമ്മെ ഭരിക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയം എപ്പോഴും സമാധാനത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ അകത്തേക്ക് വരുന്ന ചിന്തകൾ, നമുക്ക് വരുന്ന തോന്നലുകൾ, സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ റോമർ 15-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം പറയുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങളെ ആനന്ദത്തിലും സമാധാനത്തിലും സമൃദ്ധിയുള്ളവരാക്കുന്നു. ഫിലിപ്പിയർ 4-ാം അധ്യായം അതിൻ്റെ 6-7 വചനം ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് വായിക്കാമോ? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എന്ത്? ഹല്ലേലൂയ. ബാക്കി വായിച്ചു. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുക എത്ര വേണ്ടത്. ഇവിടെ എന്താ പറയുന്നത്? ദൈവത്തോട് അറിയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ നേരത്തെ പറഞ്ഞ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. വിചാരപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ദൈവമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവമായിട്ട് കൂട്ടായ്മ ഇല്ലാത്തതുകൊണ്ടാണ്, ദൈവത്തിനോട് നമുക്ക് ആശ്രയം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വിചാരപ്പെടുന്നത്. അതാണ് തൊട്ടടുത്ത് പറയുന്നത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഇനി നിങ്ങൾ വിചാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എന്തേലും ആവശ്യമുണ്ടോ? എന്ത് കാര്യത്തിലാണ് നീ വിചാരപ്പെടുന്നത്? കടബാധ്യതയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ? സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ? രോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണോ? കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി അതിനെ അപേക്ഷിക്കുക. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിനകത്തേക്ക് കടന്നു വരികയാണ്. ദൈവത്തിനോട് അറിയിക്കുകയും ദൈവത്തിനോട് ഓരോ കാര്യങ്ങൾ കൈമാറുകയും ചെയ്യുന്ന ആ ഒരു ഫെലോഷിപ്പിനകത്തേക്ക് കടന്നു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എന്നാൽ ദൈവവുമായിട്ട് ഫെലോഷിപ്പിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് യേശു വിചാരപ്പെടാത്തത്? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം യേശുവിൽ സമാധാനം ഉണ്ടായിരുന്നു. നമ്മളിൽ ആ സമാധാനം ഉണ്ടോ? ചിന്തിച്ചു നോക്കിയേ, ഒന്ന് ചോദിച്ചു നോക്കിയേ, സമാധാനം ഉണ്ടോ? യേശുവിലുള്ള സമാധാനം എന്നിലുണ്ടോ?
വാക്യം വായിച്ചത് എങ്ങനെയാണ്? ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പിനകത്ത് ഒരു വ്യക്തി കയറുമ്പോഴാണ് ഹല്ലേലൂയ സകല ബുദ്ധിയെയും കവിയുന്ന ഒരു ദൈവിക സമാധാനം. ഹല്ലേലൂയ. വാഴുവാൻ വിളിക്കുന്ന മക്കൾ വീഴ്ചയിലേക്ക് പോകുമ്പോഴാണ് അസമാധാനം കടന്നു വരുന്നത്. വാഴ്ചയിലേക്ക് കയറുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഒരു സമാധാനം നമ്മുടെ ജീവിതത്തിനകത്തേക്ക് ഒഴുകി വരും. ഹല്ലേലൂയ. ഈ സമാധാനം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം നമ്മൾ ജയിച്ചു കഴിഞ്ഞെന്നാണ്. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? ഈ സമാധാനം സാഹചര്യവുമായി ബന്ധപ്പെട്ട സമാധാനം അല്ല, ഇത് ദൈവത്തിൻ്റെ സമാധാനമാണ്. ഇത് സ്വർഗത്തിലെ സമാധാനം. ഹല്ലേലൂയ. ഇതാ ലൂക്കോസിൽ നമ്മൾ ആദ്യം വായിച്ചത് സ്വർഗത്തിൽ സമാധാനം. ഇത് സ്വർഗത്തിൻ്റെ പ്രൊഡക്റ്റാണ്, ഇത് സ്വർഗത്തിൻ്റെ ഉൽപ്പന്നമാണ്. നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമാധാനം അല്ല. ഈ സമാധാനത്തിനകത്ത് കയറുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവിക വാഴ്ചയ്ക്കകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിനവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ഹല്ലേലൂയ. നമ്മുടെ സമാധാനം കേടുണ്ടാക്കുന്ന എവിടെ നിന്നാണെന്ന് അറിയാമോ? ചിന്തയിൽ നിന്നാണ്. ഹല്ലേലൂയ. ഹൃദയത്തിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ചിന്തയിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അസമാധാനത്തിലോട്ട് നമ്മൾ വഴുതി വീഴുന്നത്. ഇങ്ങനെ നിൽക്കുവാണ്, പെട്ടെന്നൊരു ചിന്ത, നാളെ എന്തു ചെയ്യും? ഹല്ലേലൂയ. മറ്റന്നാ എന്തു ചെയ്യും? ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എന്താണ്? എൻ്റെ പിള്ളേരുടെ അവസാനം എന്താണ്? ഹല്ലേലൂയ. ഇവിടെ നിന്നാണ് ഇത് വഴുതി വീഴുന്നത്. 7-ാമത്തെ വചനത്തിന് ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു നോക്കാം. Then God's peace, എന്നാൽ ദൈവത്തിൻ്റെ സമാധാനം, which goes beyond anything we can imagine, നമുക്ക് നമ്മുടെ ഭാവനകളിൽ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറം ദൈവത്തിൻ്റെ ഈ സമാധാനം പോകും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങൾ വെറുതെ ഇരിക്കുമെന്നല്ല, ദൈവത്തിൻ്റെ സമാധാനം അടുത്ത് വർക്കിലേക്ക് മൂവ് ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. എന്തിൻ്റെ കാര്യത്തിലാണ് നീ സമാധാനം അനുഭവിച്ചേ, അത് നേടുന്നതിലേക്ക് ഈ സമാധാനം നയിക്കും. ഹല്ലേലൂയ. മനസ്സിലായോ? ഉദാഹരണത്തിന് 10 ലക്ഷം രൂപ കടമെന്ന് വെച്ചോ. 10 ലക്ഷം രൂപ കടമാണ് നിങ്ങളുടെ വിഷയം. ഇതിനകത്തേക്ക് ദൈവം ഒരു സമാധാനം തരികയാണെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. ദൈവം ഒരു സമാധാനം നമുക്ക് തരികയാണെങ്കിൽ ഈ സമാധാനം നമ്മെ അതിൻ്റെ പരിഹാരത്തിലോട്ട് നയിക്കും. ഹല്ലേലൂയ. ഇത് ദൈവിക ജ്ഞാനത്തിനകത്തുള്ള കാര്യമാണ്. നമ്മൾ ചിന്തിക്കുന്നതിൽ വി ക്യാൻ ഇമാജിൻ, നമുക്ക് നമ്മുടെ ഭാവനകൾക്ക് അതീതമായിട്ട് ഈ സമാധാനം നമുക്ക് മുന്നമായി പോവും. വിൽ ഗാഡ് യുവർ തോട്ട് ആൻഡ് ഇമോഷൻ ത്രൂ ക്രൈസ്റ്റ് ജീസസ്. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഇമോഷനുകളെയും, ഹല്ലേലൂയ. ഇമോഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴത്തേക്ക് സ്ത്രീകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കരയുന്ന ഒരു അനുഭവത്തിലേക്ക് പോകും. പെട്ടെന്ന് ഇമോഷൻ വരും. ഈ ഇമോഷനെ വരെ ഈ സമാധാനം കാക്കും. ദൈവിക സമാധാനത്തിൻ്റെ പ്രത്യേകതയാണ്. കാരണം നമ്മൾ ഈ ദൈവികമായിട്ടുള്ള സിസ്റ്റത്തിനകത്ത് കയറുമ്പോൾ ദൈവരാജ്യത്തിനകത്തുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തേക്ക് വരികയാണ്. ഹല്ലേലൂയ. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം അതിൻ്റെ 16-ാം വചനം പറയുന്നു, സമാധാനത്തിൻ്റെ കർത്താവായവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. ഹല്ലേലൂയ. സമാധാനത്തിൻ്റെ കർത്താവായവൻ. യെശയ്യാവ് 9-ാം അധ്യായം പറയുന്നു, അവൻ സമാധാനത്തിൻ്റെ പ്രഭു. ഹല്ലേലൂയ. സമാധാനം നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യമല്ല, സമാധാനം നമ്മൾ ഏൺ ചെയ്യുന്ന ഒരു കാര്യമല്ല, സമാധാനം നമ്മുടെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്നതല്ല. നാളെ തല പോകുമെന്ന് പറഞ്ഞ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന പൗലോസിന് എങ്ങനെയാണ് നിങ്ങൾ പിന്നെയും സന്തോഷിപ്പിൻ എന്ന് എഴുതാൻ പറ്റുന്നത്? കാരണം ക്രിസ്തു യേശുവിലുള്ള ഒരു സമാധാനം അവനകത്തുണ്ട്. ഈ സമാധാനം നമ്മെ പുറകിലുമാക്കും, ദൈവത്തിന് മുന്നിലുമാക്കും. ഹല്ലേലൂയ. നമുക്ക് ദൈവികമായിട്ടുള്ള സമാധാനം തരുന്നെങ്കിൽ അതിലൊരു കാര്യം നമ്മൾ ദൈവത്തിനെ ആശ്രയിക്കുന്നത് കൊണ്ടാണ്. ഒരു വിഷയമായി ബന്ധപ്പെട്ട് നമ്മൾ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ നമുക്ക് ആ സമാധാനം വരും. ആ സമാധാനം വരുമ്പോൾ നമ്മൾ പുറകിലോട്ട് അങ്ങ് മാറിക്കൊടുക്കുക, കർത്താവ് അത് നയിക്കും. ഹല്ലേലൂയ. ഈ സമാധാനം ദൈവത്തിനുള്ള ഒരു വഴിയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു വഴിയാണ്. ഹല്ലേലൂയ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് ഈ സമാധാനം വേണം, എനിക്ക് സമാധാനം വേണം? കാൽവരി ക്രൂശിലേക്ക് പോകുമ്പോഴും സന്തോഷത്തോടു കൂടെ പോകാൻ കഴിഞ്ഞത് ഈ സമാധാനമുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. തൻ്റെ കൂടെ പ്രാണനായിട്ട് നിന്ന ഒരാൾ ഒറ്റിക്കൊടുത്ത സമയത്തും
യേശുവിൻ്റെ ഭാവം ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. തോളിൽ കൊണ്ട് നടന്ന, മാറോട് ചേർത്തിരുന്ന പത്രോസ് ഒറ്റി കൊടുത്തപ്പോഴത്തേക്ക് ഇവൻ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ സമയത്തേക്ക് യേശുവിലുണ്ടായ ഒരു ഇമോഷൻ എന്തായിരിക്കും? കാരണം യേശുവിന് അറിയാം, നാളുകളെ പറ്റി യേശുവിന് നല്ല വ്യക്തതയുണ്ട്. ഹല്ലേലൂയ. ഇത് നമുക്ക് വ്യക്തതകൾ തരും, നമ്മുടെ നാളെ പറ്റി നമുക്ക് വ്യക്തത തരും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സകലവും നന്മയ്ക്കായി വ്യാപരിപ്പിക്കുന്ന ദൈവമാണ്. നമ്മൾ ദൈവത്തിൻ്റെ സമാധാനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പ്രൊവിഷൻ നമ്മൾ അനുവദിക്കുകയാണ്. നമ്മൾ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന സമയമാണ് ഈ ദൈവിക സമാധാനം. ദൈവത്തിനൊരു രാജ്യമുണ്ട്, അത് ദൈവരാജ്യമാണ്. ദൈവരാജ്യത്തിനകത്ത് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി സമാധാനത്തിൻ്റെ രാജാവായ ദൈവത്തിൽ നിന്നും സമാധാനത്തിനെ അനുഭവിക്കും. ഹല്ലേലൂയ. നിങ്ങൾ സമാധാനത്തിനെ അനുഭവിക്കുന്ന വ്യക്തിയാണോ? മത്തായി 5-ാം അധ്യായം ഇങ്ങനെ പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. നിങ്ങളിൽ സമാധാനം നിൽക്കുകയല്ല, നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരുമാകും. ഇത് ഹൃദയത്തിൻ്റെ ഒരു അന്തരീക്ഷമാണ്. നമ്മളും ദൈവവുമായിട്ടുള്ള ഇടപെടലിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിന്, ദൈവത്തിൻ്റെ കരം നമ്മുടെ ജീവിതത്തിൽ ചലിക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷമാണ് സമാധാനം. ഈ സമാധാനത്തിൽ നിന്ന് മാത്രമേ ദൈവത്തിന് നമ്മളെടുത്ത് ഇടപെടാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ദൈവം സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ അതിനപ്പുറമായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും സംസാരിക്കും. അതുകൊണ്ടാണ് ദൈവം പല സമയത്ത് പറയുന്നത്, നിങ്ങൾ മൗനമായിരുന്നു ഞാൻ യഹോവ എന്ന് അറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. സമാധാനമായിട്ടിരിക്കും, കാമായിട്ടിരിക്കുക. നിനക്കറിയാം ഞാൻ ആരാണെന്ന്. നീ കുറച്ച് സമാധാനമായിട്ടിരുന്നു. നിന്റെ ജീവിതത്തിൽ ചില വിഷയങ്ങൾ വരുമ്പോൾ ദൈവികമായിട്ടുള്ളൊരു സമാധാനം നിന്റെ ജീവിതത്തിനകത്ത് വരുന്നുണ്ടെങ്കിൽ ദൈവികമായിട്ടുള്ള ഇടപെടൽ സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തികൾ രോഗത്തിൻ്റെ തന്നെ ഏകദേശം 75 മുതൽ 85% വരെ രോഗം ഉത്ഭവിക്കുന്നത് ഈ സ്ട്രെസ്സിൽ നിന്നാണെന്നാണ് പറയുന്നത്, ഈ ടെൻഷനിൽ നിന്നാണ് പറയുന്നത്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നാളെക്കുറിച്ചുള്ള വിചാരം. നാളെ എന്ത് ചെയ്യും, മറ്റൊന്ന് എന്ത് ചെയ്യും, എൻ്റെ മക്കളുടെ കാര്യം എന്ത് ചെയ്യും, എൻ്റെ മകൻ്റെ കാര്യം എന്ത് ചെയ്യും? നീ നിന്നിൽ ആശ്രയിക്കുന്നേ, നീ കർത്താവിൽ ആശ്രയിക്കുക. ഈ ആകുലതകളെ എല്ലാം ഈ സമാധാനം പരിഹരിക്കും. ഇന്ന് ചിലരുടെ ജീവിതത്തിൽ നിന്ന് അത്തരത്തിലുള്ള അസ്വസ്ഥതകളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഒഴിവാക്കുന്നു. അങ്ങനെയുള്ള ചിന്തകൾ, അസമാധാനം കൊണ്ടുവരുന്ന ചില ചിന്തകൾ, അസമാധാനം കൊണ്ടുവരുന്ന ചില ഓപ്പൺ ഡോറുകൾ, ഹല്ലേലൂയ, നിങ്ങളെ നിന്ന് ആഗ്രഹിച്ച് എനിക്കത് വേണ്ട, എനിക്കിത് വേണ്ട. പിതാവായ ദൈവം നമ്മോട് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നന്മയ്ക്കാണ്. നിനക്ക് എവിടെന്നാ ഈ ആത്മഹത്യയുടെ പ്രേരണ വരുന്നത്? നിനക്ക് എവിടെന്നാ അടുത്ത് ഇങ്ങനെ ചെയ്യണം, അയ്യോ ഞാൻ നശിക്കും, എൻ്റെ കുട്ടികൾ ഇങ്ങനെയാവും, എൻ്റെ കുട്ടികളുടെ റിസൾട്ട് അതാവും എന്ന് നിനക്ക് എവിടെന്നാ ഈ ചിന്ത വരുന്നത്? ഈ ദൈവം സംസാരിക്കുന്നതാണോ? ദൈവം ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവന് സമാധാനമുണ്ടാകും, അവന് ധൈര്യമുണ്ടാകും, അവന് നാളെക്കുറിച്ച് പൂർണ്ണ ബോധ്യം ഉണ്ടാകും. ഇത് വരുന്നത് സാത്താനിൽ നിന്നാണ്. ഇത് നിന്നെ പണിയാനല്ല, ഇത് നിന്നെ തകർക്കാനാണ്. ഹല്ലേലൂയ. നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ എന്ത് ചിന്തയുണ്ടെങ്കിലും അത് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാം. കാരണം അവൻ വിശ്വസ്തനാണ്, അവൻ വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. സമാധാനം എന്ന് പറയുന്ന ഒരു അനുഗ്രഹമാണ്. ഇത് കർത്താവ് നമുക്ക് തരുന്ന ഒരു അനുഗ്രഹമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പല വലിയ അനുഗ്രഹങ്ങളുടെ വാതിൽ ഇതാണ്. അപ്പോസ്തലന്മാർ കണ്ട വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഈ സമാധാനത്തിൽ നിന്നാണ്. യേശു കൊടുത്ത ആ സമാധാനം അവർ സ്വീകരിച്ചത് കൊണ്ടാണ് അവർക്ക് അവിടെ ആ ഒരു പെന്തക്കോസ്ത് നാളിൽ ആ മാളിക മുറിയിൽ അവർക്ക് കാത്തിരിക്കാൻ പറ്റിയത്. ആ സമാധാനമാണ് അവരെ കാത്തിരിക്കുമാറാക്കിയത്, ദൈവത്തിൻ്റെ ശബ്ദത്തെ കേൾക്കുമാറാക്കിയത്. നമുക്ക് ഈ സമാധാനം വേണം. ഇതൊരു ലൈഫ് സ്റ്റൈലാണ്, ഇത് ദൈവരാജ്യത്തിൻ്റെ ഒരു ലൈഫ് സ്റ്റൈലാണ്. ഇന്ന് നമ്മൾ സമാധാനം അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ വിളിച്ചത്. ഇതൊരു ബേസ്മെൻ്റ് ആണ്, ഇതൊരു അറ്റ്മോസ്ഫിയറാണ്. ദൈവികമായിട്ടുള്ള ഇടപെടലിന് വേണ്ടിയിട്ട്, ദൈവികമായിട്ടുള്ള കൈമാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട്, ഒത്തിരി പേര് ദൈവരാജ്യത്തിനകത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ സമാധാനം. ഇത് ഈ ലോകപരമായിട്ടുള്ള സമാധാനവുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് ദൈവത്തിൻ്റെ സമാധാനമാണ്.